My dearest sisters and brothers, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, thank you very, very much for waiting for me and for being here to listen to me today. എനിക്ക് വേണ്ടി കാത്തു നിന്നതിനും അതുപോലെ എന്നെ കേൾക്കാനായി നിങ്ങൾ ഇവിടെ വന്നു ചേർന്നതിനും ഞാൻ നിങ്ങളോട് വളരെയധികം നന്ദി പറയുന്നു. And more than anything else, thank you for the immense love that you have shown me in the last 2 days that I have been campaigning here. എല്ലാറ്റിനും ഉപരിയായി ഞാൻ പ്രചരണത്തിന് വേണ്ടി ഇവിടെ വന്ന കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നിങ്ങൾ എനിക്ക് നൽകിയ ഇത്രയും വലിയ സ്നേഹത്തിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. Now I know how much you love Rahul. ഇപ്പൊ എനിക്കറിയാം നിങ്ങൾക്ക് രാഹുലിനെ എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. I always knew how much he loves you. കാരണം എനിക്ക് നേരത്തെ അറിയായിരുന്നു, എപ്പോഴും അറിയായിരുന്നു രാഹുലിന് നിങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് അദ്ദേഹത്തോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. But in the last 2 days I have really felt your love and I have understood how deep this bond is between you and him. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നിങ്ങളുടെ സ്നേഹം എത്രമാത്രം ഉള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുപോലെ രാഹുലും നിങ്ങളും തമ്മിലുള്ള ബന്ധം എത്ര ആഴത്തിലുള്ളതാണെന്നും കഴിഞ്ഞ 2 ദിവസങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. And I want to say what a great honor it is for me that I am standing as the candidate, the UDF candidate in this election, and that I am in some way benefiting from this great love that you share with my brother. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതിൽ അപ്പുറം വലിയൊരു ആദരവ് എന്താണ് എനിക്ക് വേണ്ടിയതെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ സഹോദരനുമായി പങ്കിടുന്ന ഒരു വലിയ സ്നേഹത്തിൽ നിന്ന് അതിന്റെ ഗുണം ഇന്ന് എനിക്ക് കൂടിയാണ് ലഭിക്കുന്നത്. I think in politics it's not often that leaders and the people they represent share this kind of a bond. It's rare. ഞാൻ വിചാരിക്കുന്നത് രാഷ്ട്രീയത്തിൽ നേതാക്കളും അവർ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങളും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണെന്നാണ് ഞാൻ കരുതുന്നത്. Most of the time one sees political leaders feel that the public is a tool for them to move forward and to get more and more power. പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ നമ്മൾ കാണാറുണ്ട്, പൊതുജനങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് അധികാരം ലഭിക്കാനും അധികാരത്തിൽ തുടർന്നു കൊണ്ടുപോകാനുമുള്ള ഒരു ഉപകരണമായിട്ടാണ് പൊതുജനങ്ങളെ പലപ്പോഴും കാണുന്നത്. But this kind of deep respect for the public that my brother has in his heart and the respect that you have for him is truly rare and should really be the basis of all politics. ശരിക്കും എൻ്റെ സഹോദരന് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള ആഴത്തിലുള്ള ബഹുമാനം, അതുപോലെ നിങ്ങൾക്ക് അദ്ദേഹത്തിലുള്ള ആഴത്തിലുള്ള ബഹുമാനം, ഈ പരസ്പര ബഹുമാനമായിരിക്കണം ശരിക്കും യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയത്തിന്റെ അടിത്തറയായി നിലനിൽക്കേണ്ടത്. In fact, that is what Mahatma Gandhiji's dream for India was. യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിക്ക് ഈ രാജ്യത്തെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നവും അതായിരുന്നു. When he formed his own bond with the people of India and he led the freedom movement and the people of India stood side by side with him, shoulder to shoulder with him in fighting for the freedom of our country. This is the bond that the foundation that was laid by him. മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയിലെ ജനങ്ങളുമായി ഒരു ബന്ധമുണ്ടാക്കി സ്വാതന്ത്ര്യ സമരത്തെ മുൻപോട്ട് നയിച്ചപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ തോളോട് തോൾ ചേർന്ന് അദ്ദേഹത്തോടൊപ്പം നിന്നു. ഇത്തരത്തിൽ ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമാണ് ഈ രാജ്യത്തിന്റെ അടിത്തറയായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചത്. As one of the greatest leaders of all time, when he spoke, he did not speak for himself, he spoke for each and every Indian. മഹാത്മാഗാന്ധി ഈ ലോകത്തിലെ ഏറ്റവും മഹാന്മാരായ നേതാക്കളിൽ ഒരാളായി അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയല്ല സംസാരിച്ചത്, അദ്ദേഹം സംസാരിച്ചത് ഈ രാജ്യത്തെ ഓരോ ജനങ്ങൾക്കും ഓരോ വ്യക്തിക്കും വേണ്ടിയാണ്. When he fought for justice, when he fought for equality, when he spoke of secularism, he spoke for every single Indian, no matter what religion, what caste, what creed. അദ്ദേഹം സമത്വത്തിന് വേണ്ടി, അദ്ദേഹം തുല്യതയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, മതേതരത്വത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഈ രാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ്, ഏത് മതത്തിൽപ്പെട്ട ഏത് വിഭാഗത്തിലും പെട്ട എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചത്. It was his dream that those who represent you respect you.
മഹാത്മാഗാന്ധിയുടെ സ്വപ്നമായിരുന്നു ഈ രാജ്യത്തെ ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന നിങ്ങളുടെ ജനപ്രതിനിധികൾ ഈ രാജ്യത്തെ ജനങ്ങളെ ബഹുമാനിക്കണമെന്നത് മഹാത്മജിയുടെ സ്വപ്നമായിരുന്നു. That those whom you elect to be your representatives, whether in parliament or whether in the assemblies, are people who come to you, who understand your problems, who come to your homes, discuss with you what the solutions can be, and then make policies to help you and to make you progress. അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു ജനപ്രതിനിധികളായി പാർലമെന്റിലേക്ക് നിയമസഭയിലേക്ക് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നവർ നിങ്ങളുടെ വീടുകളിലെത്തി നിങ്ങളോട് സംസാരിക്കുന്നവർ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നവർ, ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ, അങ്ങനെയുള്ളവരായിരിക്കണം ജനപ്രതിനിധികൾ എന്നത് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. And yet today on this very land on which the Mahatma fought for our freedom, ഇന്ന് ഈ രാജ്യത്ത് എവിടെയാണോ മഹാത്മാഗാന്ധി നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് ആ നാട്ടിൽ, and on this very land where the indigenous tribal people of Wayanad fought for our freedom, ഇതേ ഭൂമിയിൽ തദ്ദേശീയരായ ആദിവാസി ജനങ്ങൾ എവിടെയാണോ വയനാട്ടിന്റെ ഭൂമിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് ആ നാട്ടിൽ, as part of India, we see what kind of governance there has been in our country for the last 10 years. അങ്ങനെ ഒരു രാജ്യത്ത് ഇന്ത്യയുടെ ഭാഗമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായി ഈ രാജ്യത്ത് എങ്ങനെയുള്ള ഒരു ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. We have seen the politics of communalism destroy every peaceful, every loving relationship between different religions. നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷങ്ങളായി വർഗീയതയുടെ രാഷ്ട്രീയം, വിവിധ മതങ്ങൾ തമ്മിലുള്ള സാഹോദര്യത്തെ, സമാധാനത്തെ ഇല്ലാതാക്കുന്ന കാഴ്ച ഈ രാജ്യത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. They have tried to sow the seeds of fear, of anger, of hatred, of mistrust between different communities. വിവിധ സമുദായങ്ങൾക്കിടയിൽ ഭയത്തിന്റെ, ദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ വിത്തുകൾ വിതയ്ക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. And have you ever thought of why they do this? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നതെന്ന്? Think of a family. Think of 3 brothers in a family. നിങ്ങൾ ഒരു കുടുംബത്തെ പറ്റി ആലോചിക്കുക, ഒരു കുടുംബത്തിലെ 3 സഹോദരങ്ങളെ പറ്റി ആലോചിക്കുക. And think that they are all working together. Maybe they have a factory or a business or a piece of land, and they all work together happily on that land. നിങ്ങൾ ആലോചിക്കുക, അവർക്ക് ഒരുപക്ഷെ ഒരു ഫാക്ടറി ഉണ്ടാകാം, ഒരു ബിസിനസ് ഉണ്ടാകാം, ഒരു വ്യവസായം ഉണ്ടാകാം, കുറച്ച് ഭൂമി ഉണ്ടാകാം. അവർ 3 പേരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. They share equally what they earn so that each of their families progresses together. കാരണം അവർ 3 പേരും എന്തൊക്കെ സമ്പാദിക്കുന്നോ അവർ തുല്യമായിട്ട് പങ്കിടുന്നു. കാരണം എല്ലാവരുടെയും കുടുംബങ്ങൾ ഒരുപോലെ പുരോഗതി പ്രാപിക്കുന്നു. And think that someone one day comes and fills their ears about each other and says that you should not trust your brother because he is going to take more than you, or you should not trust your sister. Think what will happen. ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചിരിക്കുന്ന സഹോദരങ്ങളുടെ ഇടയിലേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ദിവസം ഒരാൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ വിശ്വസിക്കരുത്, കാരണം ആ സഹോദരൻ നിങ്ങളെക്കാൾ കൂടുതൽ സഹോദരന് പൈസ ഉണ്ടാവും അല്ലെങ്കിൽ സഹോദരിക്ക് ഉണ്ടാകും എന്ന് പരസ്പരം അവരുടെ ഇടയിൽ ഒരാൾ വന്ന് പറയുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. The strength of that family will be divided. ഇത് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ കുടുംബത്തിന്റെ ഐക്യം, ആ കുടുംബത്തിന്റെ ശക്തി ഇല്ലാതെ അവർ വിഭജിച്ചു പോകും. They will fight. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോരാടും. And no family, no country can benefit from this kind of a fight. ഇങ്ങനെ പരസ്പരമുള്ള ഒരു പോരാട്ടത്തിൽ നിന്ന് ഒരു കുടുംബത്തിന് ഗുണമുണ്ടാവില്ല. അതുപോലെ ഒരു രാജ്യത്തിനും അതിനുള്ളിലെ ആളുകൾ പരസ്പരം പോരാടുമ്പോൾ ഒരിക്കലും ഗുണമുണ്ടാവില്ല. If this were to happen in a family, then the person sowing those seeds of mistrust would be the only one who would benefit from the fight. ഇങ്ങനെ ഒരു കുടുംബത്തിൽ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ കുടുംബത്തിലെ ആളുകളുടെ ഇടയിൽ അവിശ്വാസത്തിന്റെ വിത്ത് പാകിയ ആളാണോ ആ ആളിന് മാത്രമായിരിക്കും ഈ കുടുംബാംഗങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പോരാട്ടത്തിൽ നിന്ന് ഗുണമുണ്ടാവുക. And in the same way this happens in politics. ഇതേ രീതിയിലാണ് രാഷ്ട്രീയത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. When you are told to fight each other, somebody is benefiting. നിങ്ങൾ ഓർക്കുക, നിങ്ങളോട് പരസ്പരം പോരാടാൻ പറയുമ്പോൾ ആർക്കോ ഇതിന്റെ ഗുണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. Somebody is using your emotions. നിങ്ങളുടെ വികാരങ്ങളെ ആരോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. And most of the time it is the one who is sowing these seeds within you that is benefiting.
കൂടുതൽ സമയത്തും നിങ്ങളുടെ ഉള്ളിൽ വിദ്വേഷത്തിന്റെ വിഭാഗീയതയുടെ വിത്തുകൾ പാകുന്നത് ആരാണോ അവരാണ് ഇതിൽ നിന്ന് ഗുണമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. So the result of this kind of politics ruling us at the center for the last 10 years has been that you have been constantly distracted. കാരണം നമ്മുടെ രാജ്യത്തെ കഴിഞ്ഞ 10 വർഷങ്ങളായി ഇത്തരത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ റിസൾട്ട്, ഈ രാഷ്ട്രീയത്തിന്റെ ഫലമായി സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും നിരന്തരമായി നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിപ്പിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. And while you are distracted, while fear is being sowed in your hearts, somebody else is benefiting. The Prime Minister's big business friends, 5 or 6 of them, are reaping all the benefits of your distraction. നിങ്ങളുടെ ശ്രദ്ധ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ മനസ്സിലൊക്കെ ഭയം ഇങ്ങനെ വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കുറച്ചു പേർക്ക് ഗുണമുണ്ടാവുന്നുണ്ട്. ആർക്കാണ്? പ്രധാനമന്ത്രിയുടെ സുഹൃത്തുക്കളായ അതിസമ്പന്നരായ 5 or 6 വലിയ വ്യവസായികൾക്ക് ഇതിന്റെ ഫലം ഗുണമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. Without us even realizing, the public even realizing, all the ports, airports, subsidiaries of PSUs, big road projects, you name it, everything has been handed over to his businessmen. നമ്മൾ ആരും തിരിച്ചറിയുന്നതിന് മുമ്പ്, ഇവിടുത്തെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ രാജ്യത്തെ തുറമുഖങ്ങൾ, ഈ രാജ്യത്തെ എയർപോർട്ടുകൾ, ഈ രാജ്യത്തെ റോഡുകൾ നിർമ്മിക്കാനുള്ള കരാറുകൾ, അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങൾ, ഇതെല്ലാം പ്രധാനമന്ത്രിയുടെ സുഹൃത്തുക്കളായ വലിയ ബിസിനസ്സുകാർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. 16 lakh crores of rupees of loans have been written off for them. അവരുടെ 16 ലക്ഷം കോടി രൂപ വരുന്ന കടങ്ങൾ എഴുതി തള്ളുകയുണ്ടായി. And what about the farmers of our country? What about their loans? നമ്മുടെ രാജ്യത്തെ അവരുടെ 16 ലക്ഷം കോടി വരുന്ന തുക ലോണുകൾ, കടങ്ങൾ എഴുതി തള്ളിയപ്പോൾ നമ്മുടെ നാട്ടിലെ കർഷകരുടെ കടങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? What about the much promised MSP for your rubber crop? നിങ്ങളുടെ റബ്ബറിന് വേണ്ടി അവർ വാഗ്ദാനം ചെയ്ത മിനിമം താങ്ങുവിലയ്ക്ക് എന്താണ് സംഭവിച്ചത്? The government says they don't have money for it. ഗവൺമെന്റ് പറയുന്നു ഇത് ചെയ്യാൻ അവർക്ക് പൈസ ഇല്ല. You educate your children, you work hard, you set up your own businesses, you work in the fields, you do whatever you can so that your children should be educated. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ബിസിനസ് ഉണ്ടാക്കുന്നു, നിങ്ങൾ കർഷക തൊഴിൽ ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധ്യമായതെല്ലാം നിങ്ങൾ ചെയ്യുകയാണ്. And what do you face? That after educating them, they can't get jobs anywhere. നിങ്ങൾ നേരിടുന്ന അവസ്ഥ പക്ഷെ എന്താണ്? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജോലി കിട്ടാനുള്ള ഒരു സാഹചര്യമില്ല. Because there is no focus on manufacturing, there is no focus on small businesses. All these shops I see in front, the ice store, this one, Diadem Medicals, the bakery, the Fusion World, all these are your small businesses. What has happened in the last 10 years? First you had demonetization, then you got GST, which has confused you and created all sorts of hurdles before you. നിങ്ങൾ കുട്ടികൾക്ക് ജോലി വേണം, പക്ഷെ ജോലിയില്ല. കാരണം നമ്മൾ ഉൽപാദന മേഖലയിൽ ശ്രദ്ധിക്കുന്നില്ല. ഇവിടെയുള്ള ഐസ് സ്റ്റോർ ഉണ്ട്, ഗോൾഡ് സിറ്റി ഉണ്ട്, ഇതുപോലെ ധാരാളം കടകളുണ്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കടകളിൽ ചെറിയ ചെറിയ വ്യാപാര സ്ഥാപനങ്ങളിൽ തൊഴിലുണ്ടാക്കുന്നതിനെ പറ്റി അവർ ശ്രദ്ധിക്കുന്നില്ല. ഗവൺമെന്റിന്റെ നോട്ട് നിരോധനവും GSTയും ഒക്കെ വന്ന ശേഷം, ചരക്ക് സേവന നികുതിയൊക്കെ വന്ന ശേഷം ഈ ചെറിയ സ്ഥാപനങ്ങളെ, വ്യാപാര സ്ഥാപനങ്ങളെ മുഴുവൻ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ഉണ്ടായത്. No policies have been made to strengthen you. നിങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് ഒരു നയങ്ങളും ഉണ്ടാക്കുന്നില്ല. To strengthen agriculture. കൃഷിയെ, കാർഷിക വൃത്തിയെ ശക്തിപ്പെടുത്താനുള്ള നയങ്ങൾ ഇവിടെ ഉണ്ടാകുന്നില്ല. Where houses should be given to tribal peoples, their rights on their land should be given to them. Better access to healthcare, better access to education should be given to them. What has happened? Their lands are being snatched away from them in state after state and handed over to the Prime Minister's businessmen friends. നമ്മുടെ ആദിവാസി സമൂഹത്തിൽപ്പെട്ടവർക്ക് മെച്ചപ്പെട്ട വീടുകൾ നൽകണം, അവർക്ക് ആരോഗ്യ സൗകര്യങ്ങൾ നൽകണം, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നൽകണം. പക്ഷെ അതിനു പകരം ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ആദിവാസി സമൂഹത്തിൽപ്പെട്ടവരുടെ ഭൂമി എടുത്തു മാറ്റി പ്രധാനമന്ത്രിയുടെ സുഹൃത്തുക്കളായ സമ്പന്നരായ വ്യവസായികൾക്ക് നൽകുകയാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. A disaster takes place in Wayanad. There is a massive landslide. People lose their livelihood. People lose their entire families. I met little children who had lost every single member of their family. വയനാട്ടിൽ ഒരു വലിയ പ്രകൃതി ദുരന്തം നടന്നു, മണ്ണിടിച്ചിൽ നടന്നു, ഉരുൾപൊട്ടൽ നടന്നു. അവിടെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട, കുടുംബങ്ങൾ നഷ്ടപ്പെട്ട അവരെ ഞാൻ കണ്ടു, വീടുകൾ നഷ്ടപ്പെട്ട, ജീവനോപാധി നഷ്ടപ്പെട്ടവരെ കണ്ടു, എല്ലാം നഷ്ടപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളെ ഞാൻ അവിടെ കണ്ടു. And the result of the BJP's kind of politics is that the Prime Minister comes here, he meets the victims of that tragedy,
but for months he does not release the funds that they need to make their lives better again. നിങ്ങൾക്കറിയോ BJP പ്രവർത്തിക്കുന്ന BJPയുടെ രാഷ്ട്രീയത്തിന്റെ ഫലം എന്താണെന്നറിയോ? ഈ വയനാട്ടിൽ ഇത്രയും വലിയ ദുരന്തം ഉണ്ടായപ്പോൾ ആ ദുരന്തത്തിൽ അതിജീവിച്ചവരെ കാണാൻ പ്രധാനമന്ത്രി ഇവിടെ വന്നു. അവിടുത്തെ ആളുകളെ കണ്ട് സംസാരിച്ചു. പക്ഷേ അവർക്ക് ആവശ്യമുള്ള, അവർക്ക് അർഹതപ്പെട്ട സാമ്പത്തിക സഹായം ഇതുവരെ നൽകാൻ അവർ തയ്യാറായിട്ടില്ല. You have a huge issue of man-animal conflict here. ഇവിടെ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്ന ഒരു വലിയ ഇഷ്യൂ, ഒരു വലിയ പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ട്. Something that needs a concerted effort so that a good solution can be found. എല്ലാവരും കൂടെ ചർച്ച ചെയ്യാനുള്ള ഒരു പരിശ്രമം വേണം. ഇതിന് കൃത്യമായ നല്ലൊരു പരിഹാരം കണ്ടുപിടിക്കാനുള്ള ഒരു പരിശ്രമം ഇവിടെ വേണം. Instead, suddenly the government announces ESA and puts 13-14 villages into that zone without so much as consulting the people who live on that land. പക്ഷെ അതിന് പകരം എന്താ ചെയ്യുന്നത്? ഭൂമിയിൽ ഇവിടെ താമസിക്കുന്ന ആളുകളോടൊന്നും ചർച്ച ചെയ്യാതെ ഗവൺമെന്റ് പ്രത്യേകിച്ച് ഒരു ദിവസം പരിസ്ഥിതി ആഘാത പഠനം നടത്തി പരിസ്ഥിതി മേഖലകൾ പ്രഖ്യാപിച്ച് നിങ്ങളുടെ ഗ്രാമങ്ങളെ അതിനകത്തേക്ക് കൊണ്ടുവരുന്നു. അവിടെ ഒരു ചർച്ചയും നടക്കുന്നില്ല. Suddenly from one day to the next new rules apply to you. ഒരു ദിവസം മുതൽ മറ്റൊരു ദിവസം പുതിയ നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരികയാണ്. And your voice remains unheard. നിങ്ങളുടെ ശബ്ദം കേൾക്കാതെ ഇരിക്കുകയാണ്. So my sisters and brothers, if there is a time when your voice needs to be heard loud and clear, the voice of every single Indian needs to echo all across this nation, it is now. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ നിങ്ങളുടെ ശബ്ദം ഏറ്റവും വ്യക്തമായും ഏറ്റവും ഉച്ചത്തിലും കേൾക്കേണ്ട ഒരു സമയമുണ്ടെങ്കിൽ, രാജ്യം മുഴുവൻ, ഈ രാജ്യത്തെ ഓരോ വ്യക്തിയുടെയും ശബ്ദം പ്രതിധ്വനിക്കേണ്ട ഒരു സമയമുണ്ടെങ്കിൽ ആ സമയം ഇന്നാണെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. Each one of you represent all that is beautiful about our nation. ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ളത് എന്താണോ അതിനെയാണ് ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നത്. Yes, you also. You're looking at you have a beautiful smile. Yeah. നിങ്ങൾക്ക് മനോഹരമായ ഒരു പുഞ്ചിരിയുണ്ട്. Why? Because here in Wayanad you have always stood for what is right. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? കാരണം വയനാട്ടിലെ ജനങ്ങൾ എല്ലാ കാലത്തും എന്താണോ ശരി അതിനു വേണ്ടി നിലകൊണ്ടിട്ടുള്ള ജനങ്ങളാണ് നിങ്ങൾ. This has been your history. ഇത് നിങ്ങളുടെ ചരിത്രമാണ്. There is so much natural beauty here, but you have beauty of the spirit. ഇവിടെ മനോഹരമായ പ്രകൃതി സൗന്ദര്യം ധാരാളമുണ്ട്. പക്ഷെ അത് മാത്രമല്ല, നിങ്ങൾക്കുള്ളിന്റെ ഉള്ളിൽ വരുന്ന നിങ്ങളുടെ ചൈതന്യത്തിന് ഒരു സൗന്ദര്യമുണ്ട്. Today the whole world is recognizing that my brother is fighting for the truth and he's been fighting alone. ഇന്ന് ലോകം മുഴുവൻ തിരിച്ചറിയുകയാണ്, എന്റെ സഹോദരൻ സത്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്, സത്യത്തിന് വേണ്ടി അദ്ദേഹം തനിയെ പോരാടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇന്ന് ലോകം മുഴുവൻ തിരിച്ചറിയുന്നു. But you, my sisters and brothers, recognized it the minute you saw his face. പക്ഷേ ലോകം മുഴുവൻ ഇന്നത് തിരിച്ചറിയുമ്പോൾ എന്റെ സഹോദരന്മാരായ നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിന്റെ മുഖം കണ്ട നിമിഷം അദ്ദേഹം സത്യത്തിന് വേണ്ടി പോരാടുന്ന ആളാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. You are the light that the whole of India should see. Where Hindus, Muslims, Christians live as brothers and sisters. No fighting, no anger, no hatred. നിങ്ങൾ ഇന്ത്യ മുഴുവൻ കാണേണ്ട പ്രകാശമാണ് ഇവിടെയുള്ള ജനങ്ങൾ. ഇവിടെ ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനിയും ഒരു പ്രശ്നവുമില്ലാതെ ഒരുമിച്ച് സാഹോദര്യത്തോടെ ജീവിക്കുന്ന നിങ്ങൾ എന്ന് പറയുന്നത്. You are the dream that Mahatma Gandhi dreamt. മഹാത്മാഗാന്ധി കണ്ട സ്വപ്നമാണ് നിങ്ങൾ, ഇവിടെയുള്ള വയനാട്ടിലെ ജനങ്ങൾ. And here, standing here on this stage in front of you, I can tell you from my heart, there is no greater honor for me than to be given the chance to represent you in parliament. ഇന്ന് ഈ സ്റ്റേജിൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും, നിങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുക എന്നതിലുപരി അതിലും വലിയ ഒരു ആദരവ് എനിക്ക് കിട്ടാനില്ല എന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും. Plus, I have been a housewife now for 30 years, more than 30 years. So I have a really loud voice. My husband will tell you. ഞാൻ 35 വർഷമായി വീടൊക്കെ നോക്കുന്ന ഒരു വീട്ടമ്മയാണ്. അതുകൊണ്ട് എനിക്ക് നല്ല ശബ്ദമുള്ള ഉയർച്ചയുള്ള ഒരു ശബ്ദമുണ്ട്. എൻ്റെ ഹസ്ബൻഡ് അത് നിങ്ങളോട് പറയും. And when I fight, sisters, I really fight. ഞാൻ ഫൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞാൻ നല്ല ഫൈറ്റ് ചെയ്യുമ്പോൾ, യുദ്ധം ചെയ്യുമ്പോൾ, വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ നല്ല ശക്തമായിട്ട് പോരാടുന്ന ആളാണ്. So you have a fighter here for you,
If you choose to support me and you choose to make me your MP, I will not disappoint you. I will raise your voice on every platform. നിങ്ങൾക്ക് അതുകൊണ്ട് എൻ്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് ഇവിടെ ഒരു പോരാളിയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള ഒരു പോരാളി ഇവിടെയുണ്ട്. നിങ്ങളുടെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിലും എല്ലാ വേദികളിലും ഞാൻ ഉയർത്തും. നിങ്ങളെ ഒരിക്കലും ഞാൻ നിരാശപ്പെടുത്തുകയില്ല. But you have already accepted me as your family, and you are, as I said, my sisters and brothers. So I have already dedicated myself, and I want you to know that I will be committed to you for the rest of my life. പക്ഷേ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബമായിട്ട് എന്നെ ഉൾക്കൊണ്ടു, നിങ്ങളുടെ കുടുംബമായിട്ട് എന്നെ അംഗീകരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സേവനത്തിൽ ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. ഞാൻ എല്ലാ കാലവും നിങ്ങളോട് പ്രതിബദ്ധതയുള്ളവളായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് നൽകുകയാണ്. നിങ്ങളുടെ സേവനത്തിന് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. Thank you for all the love you have given me and all the respect you are giving me. I will not let you down. നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിനും ബഹുമാനത്തിനും ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെ ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. Thank you. നന്ദി.